ഹലോ ഗൈസ്, എന്നും സൺഡേ ആകുമ്പോൾ നോൺ വെജ് അല്ലേ ഉണ്ടാവാറ്. ഇന്ന് നമുക്ക് കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിതിനെ തേൻ മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ. കാരണം തേനിൻ്റെ അത്രയും മധുരം ഉണ്ടാവും ഇതിന് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പം എന്നാൽ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴ പുളിശ്ശേരി, അതിന് വേണ്ടിയിട്ട് എല്ലാം തോല് കളഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് കുട്ടിക്കലത്തേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം, വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീണ്ടും വീണ്ടും ഇതിൽ നന്നാക്കി ഇടുന്നുണ്ട് കേട്ടോ. അമ്മ മതി മതി അത് മതി അത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്ര ഉണ്ടാക്കിയാലും തികയില്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. എൻ്റെ മാങ്ങ നന്നാക്കി ഇടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം. അത് വെന്ത് വരുമ്പോഴേക്കും തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്ക് ഇതവിടെ മാങ്ങ വെന്ത് വരുന്നുണ്ട്. ശർക്കരയൊന്നും അലിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മോരാണ് കേട്ടോ. മോര് നല്ല പുളിയുള്ള മോരാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മോര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാം. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങയും കൂടിയും കൊട്ടി കൊടുത്തിട്ടുണ്ട്. അമ്മ ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യണത്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്രയും കൂടി ക്ലാരിറ്റി പോരാത്തത്. കാരണം അച്ഛന് രാവിലെ പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറിന് കൂട്ടാനായിട്ട് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എന്തായാലും ലാസ്റ്റ് സ്റ്റേജായി. നമ്മൾ കടുകും ഉലുവയും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്ത് അതിൽ കൊട്ടിയിട്ടുണ്ട്. ഇപ്പം അതാ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ധൃതിയൊന്നും കൂട്ടിയില്ല. ചൂടൊക്കെ ആറി മെല്ലെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചു. അപ്പോഴേക്കും ഗ്രേവിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല ജലദോഷമാണ്. അതാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. അപ്പം ടേസ്റ്റിങ്ങിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. ഒടുക്കത്തെ ടേസ്റ്റാണ്. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യേണ്ട വിധം ഇങ്ങനെയല്ല കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ എടുത്ത് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.